ആക്ഷൻ ഏതാണ് കൂടുതൽ വർക്കായത്? കോമഡിയാണോ അതോ ആക്ഷൻ പ്ലസ് കോമഡി സ്റ്റോറി? അൽത്താഫിൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. അവർ കുട്ടികൾക്കും എല്ലാ ഫാമിലിക്കൊക്കെ പണ്ടൊക്കെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. പ്രേക്ഷകരായിട്ടിരുന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വർക്ക് ആയിട്ടുണ്ട്, നല്ല റിവ്യൂസ് ഉണ്ട്, നമ്മുടെ ഹ്യൂമറെല്ലാം വർക്ക് ആയിട്ടുണ്ട്. സോ ഹാപ്പി ഈ ഒരു പടത്തിൻ്റെ പാട്ടാവാൻ പറ്റിയാൽ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. നമ്മുടെ റിവ്യൂസൊക്കെ നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ അറിയിച്ചു. ഇനി നിങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ റിവ്യൂസ് അറിയണം. സോ നിങ്ങളൊക്കെ കണ്ടോ? ഇഷ്ടമായി? ആ ടെൻഷനൊക്കെ മാറിയോ? ചെറിയൊരു ടെൻഷനൊക്കെ അല്ലേ ഇന്നലെ? അതൊക്കെ മാറിയായിരുന്നു. സോ ഹാപ്പി. നല്ല പടം, ചിരിക്കാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല അത്യാവശ്യം ഒരു ഏലിയൻ സൈഫൈ മൂവി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു. കോമഡി നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷെ അതിനനുസരിച്ച് തന്നെ ഉണ്ട് പടം. കോമഡി വർക്കൗട്ടായി. നല്ല ചിരിക്കാനൊക്കെ ഉണ്ട്, നല്ല മൂവി, എല്ലാവരും കണ്ട് കാണാം. ഉണ്ടായി. അപ്പോൾ മനസ്സിലായി പടം വർക്കായിട്ടുണ്ടെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ക്ലൈമാക്സിന് ഒരു ഗംഭീര പ്രതികരണമാണ്. ക്ലൈമാക്സ് ഒരു അവസാനത്തെ ആ ഒരു 20 മിനിറ്റ് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഒരുപാട് സന്തോഷം. അപ്പോൾ പടം എന്തായാലും സക്സസ് ആവും എന്നതിനാണ് വിചാരം. അതിപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല നല്ലതാണെന്ന്. ആൾക്കാർ കാണട്ടെ, കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ 100% വിശ്വാസമുണ്ട്. ഇത് ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള കാര്യത്തിൽ ആക്ട് ചെയ്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലല്ല പറഞ്ഞാൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. എനിക്കൊരുപാട് എന്നെ സംതൃപ്തിപ്പെടുത്തിയ ഒരു ചിത്രമാണ്. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കണ്ട്. ടെൻഷനൊക്കെ മാറിയാ? ടെൻഷനല്ലടാ, ഒരു സന്തോഷം കൂടിയിട്ടുള്ളൊരു വികാരമില്ല. അതാണ്. ടെൻഷനൊന്നുമില്ല. ടെൻഷൻ എന്നപ്പോൾ 1 വർഷം മുമ്പ് നമ്മൾ ചെയ്ത സാധനമാണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഡബിങ്ങോടുകൂടി നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു. പിന്നെയെന്ന് പറയുന്നത് തിയേറ്ററിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട സംഭവമാണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലതാണെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കും, മോശമാണെങ്കിൽ ആ വഴി പോകും. പക്ഷേ ഇത് മോശമായില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിലെ റെസ്പോൺസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ കാണട്ടെ, പബ്ലിസിറ്റിയിലൂടെ ഇത് മുന്നോട്ട് വന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. കൂടുതൽ സ്പൈഡർമാനും കൂടെ കാണണം. റൂട്ടോ പുതിയ കോമിക് ബുക്ക് ആക്ഷൻ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. നല്ലൊരു മൂവി തന്നെയാണ്. ബ്രോ ആണ് അത് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് സംഭവം അടിപൊളിയായി. ഫേസ് ഒന്ന് കാണിക്കോ? പടം സൈഫൈ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കോമഡിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പടം കണ്ടിട്ട്? കോമഡി പ്രതീക്ഷിച്ചല്ല, പക്ഷെ നല്ല കോമഡി ചെയ്തിട്ടുണ്ട്. അൽത്താഫിൻ്റെ കോമഡിയൊക്കെ വർക്കൗട്ട് ആയി. കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ ഓക്കെ. നല്ല സിനിമയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിരുന്നു. എല്ലാം കൊള്ളാം. കോമഡിയും എല്ലാം കൊള്ളാം. എല്ലാവരും കൊള്ളാം. നല്ല പടം. ഏലിയൻ ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മുടെ അൽത്താഫ് അല്ലേ, അൽത്താഫിൻ്റെ ആ ചിരി ഏറ്റവും കൂടുതൽ വർക്കായിരുന്നു ഇതിനകത്ത്. സൂപ്പറായിരുന്നു. ധീരജിൻ്റെ കാർസിൻ്റെ കോംബോ ആണ്. അത് സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഏലിയൻ ഓറിയൻറ്റഡ് മൂവിയാണ്. എല്ലാവരും ഏലിയൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കാം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സീരിയസ് ഒന്നുമില്ല, സീരിയസ് വിഷയേ ഇല്ല. ഫുൾ ഫൺ മോഡിൽ പിടിച്ചേക്കാം. അപ്പോൾ സൂപ്പർ എൻജോയ് ചെയ്യാം. മസ്റ്റ് വാച്ച്. താങ്ക് യു സോ മച്ച്.